പതിയെ പോടാ, എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ല എന്ന് സുരാജ് പറഞ്ഞതുപോലെയായിരുന്നു വിജയുടെ അവസ്ഥ. കന്യാകുമാരിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സൈക്കിളിലൊക്കെ മാസമായിട്ട് വന്ന് ചവിട്ടി അവിടെയുള്ള ആളുകളുടെയൊക്കെ പ്രീതി പിടിച്ചു പറ്റി. അണ്ണാ, ഞങ്ങൾക്കൊക്കെ അണ്ണനുണ്ടണ്ണാ, അണ്ണൻ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് തൂക്കുമണ്ണ എന്നൊക്കെ പറഞ്ഞ് അവിടെ TVKയുടെ ബാൻഡും കെട്ടിക്കൊണ്ട് പുറകെ ഓടുന്ന കുറേ കൂട്ടം ആളുകൾ, കൂടെ പുറകെ സെക്യൂരിറ്റിയും ബോഡി ഗാർഡ്സും എല്ലാം ഉണ്ട്. എന്തായാലും വിജയുടെ ആ ഒരു മാസ് പരിവേഷം മാധ്യമങ്ങളൊട്ടാകെ തന്നെ ശ്രദ്ധ പിടിച്ചു. കഴിഞ്ഞ ദിവസം മീഡിയയിലൊട്ടാകെ തന്നെ വിജയ് തരംഗം. അങ്ങനെ സൈക്കിളും ചവിട്ടി അണ്ണൻ ചിരിച്ചുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വളരെ സന്തോഷത്തോടു കൂടി വെള്ളയൊക്കെ ഇട്ട് ചവിട്ടിക്കൊണ്ട് വരുന്നിടത്ത് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഓടി വരുവാണല്ലോ വിജയെ കാണാൻ. അപ്പോഴിതാ ഒരു ആരാധന മൂത്ത് പുഷ്പം ബോളൊക്കെ ഉണ്ടാക്കിയിട്ട് അണ്ണന് നേർക്ക് എറിയാമെന്നൊക്കെ വിചാരിച്ചു. സാധാരണ നമ്മൾ ആരാധന മൂത്ത് ഇങ്ങനെ എറിയൂലേ. പക്ഷെ അണ്ണൻ ഇങ്ങനെ സൈക്കിൾ ഓട്ടിക്കൊണ്ട് വന്നപ്പോഴേക്കും ഫ്രീ സ്പേസ് ആട്ടോ, മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് ആ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ആ വ്യക്തി ഒരു ഫ്ലവർ ബോൾ എടുത്തിട്ട് ഇങ്ങനെ എടുത്തങ്ങ് എറിഞ്ഞു. വിജയ് വളരെ കൂളായിട്ട് സന്തോഷത്തോടു കൂടി പാട്ടും പാടി ഞാനൊരു മാസ് പരിവേഷത്തിൽ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സൈക്കിൾ ഓട്ടിക്കൊണ്ട് വന്നപ്പോഴാണ് അതാ ഈ ഫ്ലവർ ബോൾ കാണുന്നത്. ഫ്ലവർ ബോൾ കണ്ടിട്ട് ബോംബാണെന്ന് അണ്ണനൊന്ന് തെറ്റിദ്ധരിച്ചു. പിന്നാലെ സൈക്കിൾ ഒരു ഒറ്റ സഡൻ ബ്രേക്ക് നിർത്തിയിട്ട് ഒരു ഒറ്റ പോക്ക് ബാക്കിൽ വന്ന വണ്ടിയുടെ പുറകിലിട്ട് കയറാൻ ശ്രമിച്ചു. ചുറ്റും അപ്പോഴേക്കും ആളുകൾ കൂടി, ബോഡി ഗാർഡ്സ് അപ്പോഴേക്കും സൈക്കിളും കൊണ്ട് ഓടുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത്? സിനിമയിൽ കത്തിയും ബോംബും ഒക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്ന മനുഷ്യനാണ്. പക്ഷേ റിയാലിറ്റിയിൽ വന്നപ്പോഴേക്കും ഒരു ഫ്ലവർ ബോൾ കണ്ട് പേടിച്ചോടുന്ന വിജയാണ് കാണാൻ സാധിച്ചത്. സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ കൊണ്ട് അമ്മാനമാടുകയും ചെയ്തു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വിജയാണ്. സ്വാഭാവികമായിട്ട് ആളുകൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. 4 ദിക്കിൽ നിന്നും ആളുകൾ വരും. ഈ ആളുകളുടെ ഒന്നും സ്വഭാവവും നമുക്കറിയില്ല. ചിലപ്പോൾ ആരാധന മൂത്ത അവർ പലരും ചെയ്യും. ആ രീതിയിലേക്ക് ചിലപ്പോൾ ഇത് ബോംബാണെന്ന് അണ്ണൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അണ്ണനെ കുറ്റം പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് അണ്ണൻ ഓടിയതിന് പെട്ടെന്ന് ഒരു റിഫ്ലക്സ് ആക്ഷനായിട്ട് മാത്രം കാണാനാണ് വിജയ് ആരാധകർ ശ്രമിക്കുന്നത്. റിഫ്ലക്സ് ആക്ഷനായാലും നോൺ റിഫ്ലക്സ് ആക്ഷനായാലും അണ്ണൻ എയറിലാണ്. അണ്ണൻ പിന്നെ ഏറി കയറാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ തൊട്ട് അണ്ണൻ എയറിലാണ്. എന്തായാലും വിജയുടെ ഈ ഒരു ആക്ട് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ട്രോളാണ് പിടിച്ചു പറ്റിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ അപ്പാടെ 4 ദിക്കിൽ നിന്ന് പറഞ്ഞാൽ പോരാ, 8 ദിക്കിൽ നിന്നും ട്രോൾ പെരുമഴയാണ്. വീഡിയോ ട്രോള്, ഓഡിയോ ട്രോള്, സ്റ്റിൽ ട്രോള്, അങ്ങനെ ട്രോളുകളുടെ പല രൂപത്തിലാണ് ഈ ദൃശ്യങ്ങളെ ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. സുരാജിൻ്റെ ഈ ഡയലോഗ് ഉൾപ്പെടെ ചൊല്ലോ എങ്ങടാ പോറേ എന്ന് പ്രകാശ് രാജിൻ്റെ ഡയലോഗുകൾ ഉൾപ്പെടെ പല രീതിയിലുള്ള ഡയലോഗുകൾ വെച്ചാണ് ആളുകൾ ഈ ദൃശ്യത്തെ ട്രോളുന്നത്. എന്തായാലും വിജയ് കന്യാകുമാരിയിലേക്ക് വന്നത് തന്നെ ഒരു വ്യക്തമായ സ്ട്രോങ് മെസ്സേജ് നൽകിക്കൊണ്ടാണ്. വിസിലൂതിക്കൊണ്ടാണ് വിജയ് പ്രചാരണം നടത്തിയത്. അതിനുശേഷം സ്റ്റാലിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്നു. സൈക്കിളിൽ ചവിട്ടി തൻ്റെ നാട്ടുകാരെ, ചുറ്റുമുള്ള വോട്ടർമാരെ ഒക്കെ തന്നെ കണ്ട് അഭിവാദ്യം ചെയ്യുന്നു. അങ്ങനെ വിജയുടെ കൃത്യമായ മാസ് പരിവേഷമാണ് കഴിഞ്ഞ ദിവസം പ്രചാരണത്തിൽ ഈ ഒറ്റ ഫ്ലവർ ബോൾ കാരണം മുങ്ങിപ്പോയതെന്ന് വേണേൽ തന്നെ പറയേണ്ടി വരും. എന്തായാലും പക്ഷേ വിജയ് അങ്ങ് ട്രോളാനോ അല്ലെങ്കിൽ വിജയ് അങ്ങ് കുറ്റപ്പെടുത്താനോ കഴിയില്ല. ഇതൊരു ഫണ്ണായിട്ട് മാത്രം വിട്ടുപോയാൽ മതി. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇത് ശക്തമായ ട്രോളായിട്ട് നിൽക്കുകയാണ്. ഇനി വേറൊരു ആസ്പെക്റ്റ് പറയാം. വിജയെ സംബന്ധിച്ചിടത്തോളം ഞാൻ രക്ഷകനാണ്, ഞാനൊരു ഗ്രാമത്തിനെയും നാടിനെയും മുഴുവൻ രക്ഷിക്കും. ഒരു ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായി കഴിഞ്ഞാൽ ആ ഫുട്ബോൾ ടീമിനെ രക്ഷിക്കും. ഒരു ഗ്രാമത്തെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുടിവെള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് രക്ഷിക്കും. അങ്ങനെ എല്ലാ റോളുകളും രക്ഷകനായിട്ട് തിരശീലയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ്. സ്വാഭാവികമായിട്ട് ആളുകളുടെ വിചാരം വിജയ് ഭയങ്കര ധൈര്യശാലിയും വിജയ് എന്ത് വന്നാലും നേരിടും എന്നത് തന്നെയാണ്. പക്ഷേ സ്വന്തം ജീവൻ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം ഉണ്ടെന്ന് പറഞ്ഞാൽ അണ്ണ ഓടും. അത് അണ്ണനല്ല, ആരായാലും ഓടും. ആ രീതിയിൽ തന്നെയാണ് വിജയ് ആരാധകർ ഇതിനെ കൃത്യമായി റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വിജയുടെ ഈ ദൃശ്യങ്ങൾ വളരെയധികം ട്രോൾ മെറ്റീരിയലായിട്ട് മാറുന്നു എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. എന്തായാലും സൈക്കിളിൽ വിജയ് പോകുമ്പോഴേക്കും 2 ചോദ്യങ്ങൾ നിൽക്കുകയാണ്. ഒന്നാമത്, വിജയെ കാണാൻ വേണ്ടിയിട്ട് ചുറ്റും ഒരുപാട് ആളുകൾ വരും. ഇന്നലെ കന്യാകുമാരിയിലും നല്ല ജനക്കൂട്ടം ഉണ്ടായിരുന്നു. കരൂർ ദുരന്തം, 41 പേരുടെ മരണം. തഞ്ചാവൂരിലെ റാലി, അവിടെ സംഭവിച്ച 2 മരണം, 8 പേർക്ക് പരിക്കേറ്റത്. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ മുന്നിലുണ്ടായിട്ട് പോലും കന്യാകുമാരിയിൽ സൈക്കിൾ ചവിട്ടാൻ മാത്രമുള്ള ധൈര്യം വിജയ്ക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. വിജയാണ് റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ കൂടും. തഞ്ചാവൂരിൽ തന്നെ കാറിൽ പോകുന്ന സമയത്താണ് ഇതുപോലുള്ള ആളുകൾ കൂടിയിരുന്നത്. കാർ പൊയ്ക്കൊണ്ടിരുന്ന വേഗത ഏകദേശം 50 മുതൽ 60 km/hലാണ്. എന്നിട്ട് പോലും ആളുകൾ ബൈക്കും സൈക്കിളും ഓടിയും ആ വണ്ടിക്ക് പിന്നാലെ പോയി. അവിടെയാണ് വിജയ് ഈ 10 കിലോമീറ്റർ 20 കിലോമീറ്റർ വേഗതയിൽ സൈക്കിൾ ഓട്ടി പോകുന്നു. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഓടിയെത്താവുന്നതേ ഉള്ളൂ. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ചുറ്റും ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു ആൾക്കൂട്ട ദുരന്തം ഉണ്ടാക്കിയെടുക്കാനുള്ള സ്ഥിതി എന്തിനാണ് നിങ്ങൾ വരുത്തുന്നത്? നിങ്ങൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്, സെലിബ്രിറ്റിയാണ്, അത്രയധികം ഫാൻ ഫോളോയിങ് ഉള്ള വ്യക്തിയാണ്. ഇതൊക്കെ അറിയാവുന്നിട്ടും അത് വോട്ടാക്കി മാറ്റാനുള്ള നിങ്ങളുടെ ശ്രമത്തെ അംഗീകരിക്കുന്നു. പക്ഷേ അത് ജനങ്ങളുടെ ജീവിതത്തെ എടുക്കുന്ന രീതിയിലാവരുത്. കരൂർ ദുരന്തത്തിന് ശേഷം നിങ്ങൾ ഒരാഴ്ചത്തോളം ഉറങ്ങിയിട്ടില്ല എന്നാണ് നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞത്. അതൊക്കെ സംഭവിച്ചിട്ട് പോലും വീണ്ടും ഇതുപോലുള്ള ആക്റ്റുകൾ സംഭവിക്കുമ്പോൾ അത് കൂടുതൽ പേടിയാണ് ഉണ്ടാക്കുന്നത്.
ഫ്ലവർ ബോൾ, ബോംബ് ഇതൊക്കെ തമാശയ്ക്ക് പറയാമെങ്കിൽ പോലും ആളുകളുടെ ജീവൻ വെച്ച് കളിക്കാതിരിക്കാൻ മാക്സിമം നോക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.